2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. ഓ എടാ വിനോദേ, ആ അവറൻ ചേട്ടാ, ഇത് എവിടെ? ഇവിടെയൊക്കെ തന്നെ ഉണ്ടാ? ഞാൻ എവിടെ പോവാനാ? നിന്നെ കണ്ടിട്ട് കുറച്ച് നാളായില്ലോ. നീ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നാ? 2 ആഴ്ച മുമ്പ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒറിജിനൽ റെഡി ആയി അറിയാൻ വേണ്ടി വന്നതാ. എടാ വിനോദേ, ഏതെങ്കിലും കച്ചവടത്തിലൊക്കെ എന്നെയും പെടുത്തറാ. നീ ഈ പ്രായത്തില് വലിയ മൊയിലാളിയല്ലേ. ഞാനൊക്കെ എത്ര കൊല്ലായി ഈ പണിയും കൊണ്ട് നടക്കണു. സൊസൈറ്റിയിലെ കടം 30 ലക്ഷത്തിന് മേലെ കൂടാന്നല്ലാണ്ട് ഒരു കഥയില്ല. ഓട്ടം തന്നെ ഓട്ടം. ചേട്ടാ, ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വെറുതെ ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല. നല്ല ബലം വേണം. പിന്നെതാ ഇതും വർക്ക് ചെയ്യണം. ഞാൻ ചേട്ടനെ കാണുമ്പോഴൊക്കെ ചേട്ടൻ്റെ മുഖത്തുള്ള ഒരു തരം ആദ്യം ഉണ്ടല്ലോ, എന്തിനാത് നല്ല കൂളായിട്ട് കാര്യങ്ങൾ നടത്തുന്നേ. ആ എടാ, നിന്നെ പോലെ എല്ലാവർക്കും ആംബിയർ വേണ്ടേ? സമ്മതിക്കണം കർത്താവേ. അവരുടെ ചേട്ടാ, എന്നെ കാത്തൊരു പാർട്ടി വീട്ടിലിരിപ്പുണ്ട്. ചേട്ടൻ എൻ്റെ കൂടെ വാ. തലക്കച്ചവടം എങ്ങനെയാണ് നടത്തുന്നതെന്ന് ഞാനാ കാണിച്ചു തരാം. ചേട്ടൻ ഞെട്ടാതിരുന്നാൽ മതി. അവർക്ക് എൻ്റെ കയ്യിലൊരു സ്ഥലം കിട്ടണം. ഒരു റൗണ്ട് ചർച്ച കഴിഞ്ഞാണ്. ഇത് 2ാം തവണയാണ്. അവർ ആ സ്ഥലം എടുക്കും. എൻ്റെ കണക്കൂട്ടിൽ തെറ്റാറില്ല. എന്നാ പോയാലോ? എനിക്കിത് കേട്ടപ്പോ തന്നെ ആകെ ഒരു ടെൻഷൻ. ഇത് നടക്കോ നടക്കില്ലേന്ന് ഒരു ഇത് ഇതാണ് പറഞ്ഞത്. അവരെ ചേട്ടാ വാ. ചേട്ടാ ഭയങ്കര വിനോദേ, ഒരു തുള്ളി ഉണ്ടാവോ കഴിക്കാൻ? ഇതിലിങ്ങനെ ഒരു പരിപാടി ഇല്ല ചേട്ടാ. ടെൻഷൻ മാറാനാണേ. പുണ്യാളാ, നീ തന്നെ ശരണം. സോറി സോറി അല്പം ആവശ്യമായി. ആളെങ്ങനെ നമ്മൾ പറഞ്ഞ വിലയിലേക്ക് എത്തിയോ? അതൊക്കെ ഞാൻ എത്തിക്കാടാ. പലിച്ചേട്ടാ, എത്തിക്കാന്ന് പറഞ്ഞാ പോരാ, എത്തിക്കണം. വേറെ ഒന്നും പറയാനില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സെന്റിന് 3 ലക്ഷം ലാസ്റ്റ് വില. അങ്ങനെയാണെങ്കിൽ മതി. എൻ്റെ കയ്യിൽ സ്ഥലം എടുക്കാൻ വേറെ ആളുണ്ട്. ഞാൻ വെറുതെ പറയണമല്ല, അറിയാലോ. വിനോദ്, കുറച്ചങ്ങോട്ട് മാറി സംസാരിക്കും. എന്റെ വിനോദ്, 2 പ്രാവശ്യമായില്ല വരുന്നു. ഒരു കച്ചവടമല്ലേ ഇത്? എന്തെങ്കിലും ചെയ്താടാ. ഒരു 2:45 നാടാ. ചേട്ടാ, ഞാൻ പറയാലോ പറഞ്ഞു, നടക്കേല. വിനോദേ, നീ പോലടാ, ഞാൻ ശരിയാക്കി തരാം. രാധാകൃഷ്ണ, നീ കാശ് എടുത്തേ. വാ, അവൻ പൈസ ഒന്നും കുറയ്ക്കില്ല. വിനോദേ, ഇതങ്ങ് പിടിച്ചേ. ഓക്കെ ഇപ്പോ ഓക്കെ. എന്റെ പൊന്നു വിനോദേ, നിന്നെ സമ്മതിക്കണം. എന്താ ഒരു പെർഫോമൻസ്! കച്ചവടം കഴിഞ്ഞൂലേ? കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇനിയാണ് അവറാൻ ചേണ്ട പണി. എനിക്കോ? എനിക്കെന്ത് പണി? അവറാൻ ചേട്ടൻ സ്ഥലം വിറ്റതല്ലേ കണ്ടുള്ളൂ, പക്ഷെ സ്ഥലം വാങ്ങണ്ടേ? മനസ്സിലായില്ല വിനോദേ. മനസ്സിലാക്കി തരാം. ഓസ്ട്രേലിയയിലുള്ള കുരുവിളിച്ചേട്ടന്റെ മേക്കാടുള്ള 1.5 ഏക്കർ സ്ഥലം നമ്മൾ സെന്റിന് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റു. പക്ഷേ സത്യത്തിൽ ഞാൻ കുരുവിളിച്ചേട്ടന്റെ സ്ഥലം വാങ്ങിയിട്ടില്ല. അല്ല, അപ്പോ വാങ്ങാതെ എങ്ങനെയായി? അതാണ്, ആ സ്ഥലം വാങ്ങിത്തരലാണ് ചേട്ടന്റെ പണി. ആ സ്ഥലം സെന്റിന് 2 ലക്ഷം രൂപ എന്തായാലും കിട്ടും. പക്ഷെ ചേട്ടൻ അത് 2 ലക്ഷം രൂപയ്ക്ക് ചോദിക്കണം. കുരുവിളച്ചേട്ടൻ പുള്ളിയുടെ അനിയൻ പോളിനാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചത്. പോള് പട്ടാളത്തിന്റെ ആളല്ലേ? അതാണ്. ഞാനറിയും, 2 ആളെയും ഞാൻ അറിയും. ചേട്ടൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. പിന്നെ ചേട്ടൻ ഇത് നടത്തിയ വലിയൊരു കമ്മീഷൻ തുക കൂടാതെ ചേട്ടന്റെ ലോണുള്ള വീട് വേറൊരു പാർട്ടിനെ കൊണ്ട് ഞാൻ അടുപ്പിച്ചോളാം. ഞാൻ നാളെ 4 മണിക്ക് ചേട്ടന്റെ വീട്ടിൽ വരും. പിടിച്ചോ. വിലയുടെ കാര്യം സെറ്റിലായാൽ ടോക്കൺ കൊടുക്കാനുള്ള പൈസയാ. എല്ലാം ചേട്ടന്റെ കഴിവ് പോലെ ഇരിക്കും. ഓക്കെ, നാളെ 4 മണിക്ക്. എന്റെ കണക്കേറ്റിക്കരുത്. നീ
എന്നെ കൊല്ലേ. ടെൻഷനായല്ലോ ദൈവമേ. എനിക്കിപ്പോ കച്ചവടം നടത്താൻ പറ്റുമോ? പറ്റും. വിനോദേ, ഒരു ചെറുതിരിപ്പുണ്ട, ആകെ ഒരു ടെൻഷൻ. ധൈര്യത്തിനാടാ. ചേട്ടാ അത് കാര്യം നടക്കട്ടെ, എന്നിട്ട് ചെറുതല്ല നമുക്ക് വലുതാക്കാം. ദൈവമേ, എനിക്ക് 2 രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റണേ. കർത്താവേ, സ്തുതി യേശുവേ, കടബാധ്യതകൾ തീർത്തു തരണം. അതിന് ഈ കച്ചവടം നടന്നേ പറ്റൂ. ഈ കച്ചവടം നടന്നില്ലെങ്കിൽ ഞാനാകെ കഷ്ടപ്പാടിലാണ്. എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാനുള്ളത്. ഇച്ചിരി കടമൊക്കെ ഉണ്ട് കേട്ടോ. ആ കടമൊക്കെ വിടാൻ ഈ കച്ചവടം നടക്കണം. മാത്രമല്ല, ഈ വീടും കൂടി കച്ചവടം നടന്നാൽ ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കിട്ടും. അതോടെ കടവും വീടും. അതുകൊണ്ട് അങ്ങ് ഈ കച്ചവടം നടത്തി തരണം. അതിനു വേണ്ടിട്ട് ഞാൻ എത്ര മെഴുകുതിരി വേണമെങ്കിലും കത്തിച്ചോളാം. ഏതൊക്കെ പ്രാർത്ഥന വേണമെങ്കിലും ഞാൻ ചൊല്ലിക്കോളാം. ഏതൊക്കെ ധ്യാനത്തിന് വേണമെങ്കിലും ഞാൻ വരാം. ഈ കച്ചവടം നടത്തി തരണം. ഈ കച്ചവടം നടന്നാലേ ഞാൻ എന്റെ കുടുംബവും രക്ഷപ്പെടുള്ളൂ. യേശുവേ, എന്നിൽ കനിയണമേ. യേശുവിൻ പൂജിതനാമത്തിൽ ദുഷ്ടാരൂപികൾ അകലട്ടെ. തിരുരക്തത്തിൻ അഭിഷേകം ഞങ്ങളെ വലയം ചെയ്യട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി ഭവിക്കേണ്ടു. എടി റോസേ, എടി റോസേ. എന്താ മനുഷ്യ? ഇന്നൊരു സംഭവം ഉണ്ടായി. അതാ ഞാൻ വന്നപാടെ പ്രാർത്ഥിക്കാൻ പോയത്. നമ്മടെ വിനോദ് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ കിടക്കുന്ന കുരുവിളച്ചേട്ടന്റെ സ്ഥലം അത് അവന്റെ എന്ന് പറഞ്ഞിട്ടേ ഒരാൾക്ക് വിറ്റു. സെന്റിന് 3 ലക്ഷം ഉറുപ്പിക്ക്. എന്താ അവന്റെ ഒരു ധൈര്യം. അത് ഞാനൊരു 2-2.25 ലക്ഷത്തിനോ മേടിച്ചു കൊടുത്താ എനിക്ക് നല്ലൊരു കമ്മീഷൻ കിട്ടും. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഈ വീടും പറമ്പും അവൻ വേറെ ആളെ കൊണ്ട് കച്ചവടം ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാഞ്ഞേ? അങ്ങനെയാ ആണുങ്ങള്. അല്ലാതെ ചേട്ടനെ പോലെ 24 മണിക്കൂർ ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞ് നടക്കല്ലേ വേണ്ടത്. ചേട്ടന് ഇതുപോലെ ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. എന്നാലാ വിനോദിനെ സമ്മതിക്കണം. എന്താ അവന്റെ ഒരു ധൈര്യം. എന്തായാലും ഞാൻ ഈ കച്ചവടം നടത്തും. നടത്തും. അതെങ്ങനെയാ? ഏത് നേരവും എഴുതിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥനയാ. അത് കഴിയുമ്പോ മൂക്കറ്റ് കള്ളൂടിയും പിന്നെ കഴിഞ്ഞൊരു പരുവത്തിലാവും. പിന്നെ എവിടെന്നാ നിങ്ങക്ക് സമയം? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ പോടി, ഞാൻ ഈ കച്ചവടം നടത്തും. അമ്മ പറഞ്ഞാൽ എന്താ തെറ്റ്? എനിക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. അപ്പൊ കള്ളുടിച്ചറിഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര ലാപ്ടോപ്പ് വാങ്ങിക്കായിരുന്നു. എനിക്ക് പഠിക്കണമെങ്കിൽ ലാപ്ടോപ്പ് വേണം. കുറച്ച് വെള്ളം എടുത്തേ കുടിക്കാൻ. കുടിക്ക്. മോളെ, വിനോദ് പറഞ്ഞ കച്ചവടം നടന്ന മോൾക്ക് പപ്പ ലാപ്ടോപ്പ് മേടിച്ച് തരും. അത് 1 അല്ല 2, 2 എണ്ണം. വെള്ളം. പിന്നെ ഒരു കാര്യം, കാലത്ത് സൊസൈറ്റിയിൽ നിന്ന് വിളിച്ചിരുന്നു. നാളെ 10 മണിക്ക് ചെന്നില്ലെങ്കിൽ നടപടിയിലേക്ക് കിടക്കുന്നാ പറഞ്ഞേ. നിങ്ങൾ പല പ്രാവശ്യം വിളിച്ച് സൂചിപ്പിച്ചു എന്ന് അവർ പറഞ്ഞുല്ലോ. എന്നിട്ട് പൈസ കൊണ്ട് അടച്ചില്ല എന്ന് പറഞ്ഞു. ആ ബാങ്കിലേക്ക് ഒന്ന് തിരിച്ചു വിളിക്കെങ്കിലും ചെയ്തൂടെ നിങ്ങക്ക്? അല്ലി തന്നെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഈ വീട്ടില്. അതിൻ്റെ കൂടി ഇതും. ഇനിയിപ്പോ ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. നീ എവിടെയാ? പുതിയ വല്ല പ്രശ്നം വന്നുകൂടിയാ ടെൻഷൻ അടിക്കാൻ.
നിന്റെ സെബിയെ ഞാൻ വീട്ടിൽ സമാധാനത്തിരുന്നേരം എന്താ അപ്പൊ പെണ്ണും പിള്ള അതും ഇതും പറഞ്ഞ എന്നെ ടെൻഷനാക്കി. സൊസൈറ്റിന്ന് വിളിച്ചിരുന്നു എന്നാ നാളെ കാലത്ത് 10 മണിക്ക് ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിലെ വിടുന്നറ കാശ് ഇതിപ്പോ അടച്ചില്ലെങ്കിൽ വല്ല കുഴപ്പാവോ? ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? അതൊക്കെ എങ്ങനെ വിളിക്കും? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആരാ? നമ്മുടെ ജോർജ് ഏട്ടൻ. നമുക്ക് പറയാന്നേ, നമുക്ക് സെറ്റിലാക്കാന്ന്. ചേട്ടൻ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. എടാ സെബിയെ, നാളെ എനിക്കൊരു കച്ചവടമുണ്ട്. മറ്റൂരുള്ള നമ്മുടെ വിനോദില്ലേ, അവൻ പറഞ്ഞിട്ടാ അതടിച്ച എന്റെ പൊന്നു സെബി ഞാൻ കലക്കും. കമ്മീഷൻ 5 ലക്ഷം. പിന്നെ എന്റെ വീട് സ്ഥലവും അവൻ വിറ്റാരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഞാൻ രക്ഷപ്പെടുന്നുണ്ട് സെബിയെ. അല്ല, ഈ വിനോദ് എന്ന് പറഞ്ഞ അവനാണ് പുതിയ റിയൽ എസ്റ്റേറ്റ് മുതലാളി. ആള് പുല്യ. എന്റെ അമ്മോ, ഞാനൊക്കെ എന്ത് 20 കൊല്ലായിട ഞാൻ ഈ കച്ചവടം നടത്താൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്താ കാര്യം കിട്ടിയേ? സൊസൈറ്റിയിൽ 30 ലക്ഷം കടം. അതാണ് ആകെ ഉണ്ടായ സമ്പാദ്യം. സെബിയെ, എന്റെ മോള് ഒരു ലാപ്ടോപ്പ് മേടിച്ചുറക്കാൻ പറഞ്ഞിട്ട് കൊറേ ആയിടാ. എനിക്കുണ്ടാ മേടിച്ചുറക്കാൻ പറ്റണം. അവൾക്ക് പഠിക്കാൻ ആവശ്യമുള്ളത്. ചേട്ടൻ ടെൻഷൻ അടിക്കാണ്ടിരിക്കും. ചേട്ടന് എപ്പോഴും ടെൻഷനാ. ചേട്ടാ, ചേട്ടൻ്റെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ടെൻഷനും, സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം ചേട്ടൻ്റെ തലവര മൊത്തം ഞാൻ മാറ്റി തരും. എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറ്റുമോ? അതെവിടേക്കാടാ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. പെരിങ്ങോട്ടുകര ചാത്തമടം. മനസ്സിലായി മനസ്സിലായി. എന്താ ജീവിക്കണേ? ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ, എന്തിനാ ജീവിക്കണേന്ന്? നമുക്ക് പോവാടാ, പോവാ. നമുക്ക് നോക്കാടാ. നല്ലൊരു സുഖായി. മദ്യത്തിനൊരു പ്രത്യേക കഴിവാണ് അല്ലേ? ഇപ്പൊ നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് കിടക്കണം. യേശുവേ, ഞാനെന്തൊരു കച്ചവടത്തിന് പോകണം. ആ കച്ചവടം ഒന്ന് നടത്തി തരണമേ. കച്ചവടം നടത്തി തന്നാലേ എന്റെ ഭാഗ്യവും കടങ്ങളും മായങ്ങളും തീരുള്ളൂ. യേശുവേ, യേശുവേ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എന്റെ പ്രാർത്ഥന കേട്ട് ഇന്ന് കാലത്ത് ഞാൻ കച്ചവടത്തിന് പോകണം. ആ കച്ചവടം നടത്തി തരുവാൻ എനിക്ക് അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ കുടുംബത്തെ. യേശുവേ സ്വസ്ത്രം, എന്റെ പ്രാർത്ഥന കേൾക്കണമേ യേശുവേ.
പോളേട്ടാ വാ സുഖല്ലേ? ഇരിക്കി. പിന്നെ എന്നാ വന്നേ? അത് കുറച്ച് നാളായി. ഉഷാറല്ലേ? ആ ഉഷാർ. ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ സ്ഥലമല്ല, കുരുവിളയുടെ സ്ഥലമാണ്. അഥവാ 3 ലക്ഷത്തിൽ കുറച്ച് തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതെന്ത് വർത്താനാ? ഞാൻ 3 മാസം മുമ്പ് വന്നപ്പോ വരെ എങ്ങനെയും 2 റുപ്യക്ക് വിറ്റ് താടാന്നൊക്കെ പറഞ്ഞില്ലേ എന്നോട്? അതൊക്കെ ശരിയാ, അന്ന് 2 ലക്ഷത്തിന് വിറ്റ് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ പറഞ്ഞ 3 ലക്ഷത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഒന്നുകൂടി ഒന്ന് ഫോൺ ചെയ്ത്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിസ്സഹായനാണ്. എന്ത് വർത്താന പോളേട്ട പറയണേ? ഇത്രയും കാലം എന്നോട് പറഞ്ഞു 2 റുപ്യക്ക് കൊടുത്തോന്ന്. ഇപ്പൊ പറയണു 3 റുപ്യ വേണമെന്ന്. ദേ നോക്കിയേ, എല്ലാറ്റിനൊരു മര്യാദ വേണം. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, ഇപ്പൊ 2-നില്ലെങ്കിലും ഒരു 2.25 ഉറപ്പിക്കേ, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. അതുകൊണ്ടാ. അവരാനെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. 3 താഴെ കൊടുക്കണ്ടെന്ന കുരുവിള എന്നോട് പറഞ്ഞേക്കണം. എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഒരു ബോധമില്ല. എന്താ മോനെ? റോസിയാന്റി മിനി ചേച്ചിനെയും കൂട്ടി പോയി. എവിടേക്ക്? ചേച്ചിയുടെ വീട്ടിലേക്ക്. എന്താ കാര്യം? എന്നെ വിളിച്ചില്ലല്ലോ. എന്നെ ചതിച്ചു അല്ലേ?
ചേട്ടാ എന്തേ കാണിക്കണേ? താഴെ ഇറങ്ങ്. കെട്ടഴിച്ചിട്ട് ഇറങ്ങാൻ. താഴെ ഇറങ്ങാ പറയാ ചേട്ടാ. ചേട്ടാ എടാ വിനോദേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? ചേട്ടൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആവശ്യത്തിലേറെ ആദ്യം ടെൻഷനും. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കത് പന്തികേട് തോന്നിയിരുന്നു. ചേട്ടൻ്റെ ബൈക്ക് പുറത്തിരിക്കുന്നു, കോളിംഗ് ബെല്ലടിച്ചിട്ട് ആരും വാതിൽ തുറക്കുന്നില്ല. ബെല്ല് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ആ ജപ്തി നോട്ടീസ് ശ്രദ്ധിച്ചേ. എൻ്റെ കണക്കൂട്ടിൽ ഒരിക്കലും തെറ്റാറില്ല ചേട്ടാ. അതാ രണ്ടും കൽപ്പിച്ച് ഞാൻ വാതിൽ ചവിട്ടി തുറന്നു. ഇതിനായിരിക്കണം 4 മണിക്ക് തന്നെ ഇവിടെ വരാൻ എനിക്ക് തോന്നിയത്. അവറഞ്ഞേട്ടാ, അമിതമായിട്ടുള്ള ടെൻഷനും ആദിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചേട്ടൻ ഉപയോഗിച്ചിരുന്ന 2 വിദ്യകളാണ് മദ്യപാനവും ഈ അമിത ഭക്തിയും. ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കാൻ ഏതെങ്കിലും ഒരു ലഹരിയിൽ അഭയം തേടും. മദ്യപാനം, കഞ്ചാവ്, അങ്ങനെ ഓരോ വഴികൾ. അമിതമായ ഭക്തിയും ഒരു തരം ലഹരിയാണ്. പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോൾ ചേട്ടനെല്ലാം കൈവിട്ടുപോയി. ചേട്ടാ, ശരീരത്തിന് രോഗം വരുന്ന പോലെ തന്നെയാണ് മനസ്സിന് സംഭവിക്കുന്നത്. പക്ഷേ മനസ്സിന് ചികിത്സ കൊടുക്കുന്നത് എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണെന്ന നമ്മുടെ ചിന്താഗതി മാറണം. ഒരു മരുന്ന് ആവശ്യമില്ലാത്ത പുതിയ എത്രയോ ചികിത്സാരീതികൾ ഇപ്പോഴുണ്ട്. മനസ്സിന്റെ ബലമാണ് ചേട്ടാ ജീവിതത്തിന്റെ വിജയം. ചേട്ടാ, മനസ്സിന്റെ കരുത്ത് കൂട്ടുന്ന പുതിയൊരിടത്തിലേക്ക് ചേട്ടനെ ഞാൻ കൊണ്ടുപോകാം. പുതിയൊരു മനുഷ്യനാക്കി ചേട്ടനെ ഞാൻ മാറ്റും. നല്ല മനക്കരുത്തുള്ള പുതിയൊരു മനുഷ്യൻ. കേറിയേട്ടാ.